ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഈ ഓർഗാനിസംസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രോപ്പർട്ടിയുള്ള ആ വസ്തുക്കളെയല്ലേ നമ്മൾ ജീവനുള്ള വസ്തുക്കൾ എന്ന് വിളിച്ചത്. അവരെ കുറിച്ചാണ്. എത്ര ജീവനുള്ള വസ്തുക്കൾ ലോകത്തുണ്ട്, എന്തൊക്കെയാണ് അവർക്ക് സംഭവിക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങളൊക്കെ വിശദമായിട്ട് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാം. ഈ പറഞ്ഞിരിക്കുന്ന ജീവനുള്ള വസ്തുക്കൾ ഭൂമിയിൽ ഒത്തിരി ഉണ്ട് അല്ലേ. എണ്ണിയാൽ തീരാത്ത അത്ര ജീവജാലങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ, കണ്ടുപിടിച്ചതും കണ്ടുപിടിക്കാനുള്ളതുമായ ഒത്തിരി ജീവജാലങ്ങളുണ്ട് ഭൂമിയിൽ അല്ലേ. നിങ്ങളുടെ ശരീരത്തിലുണ്ടാവും നിങ്ങൾക്ക് പുറമെ വേറെയും ജീവികൾ. ഏതൊക്കെയാ? കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് തന്നെയുണ്ട്. തലയിൽ പേൻ ഉണ്ടാവും അല്ലേ, അല്ലെങ്കിൽ കയ്യിൽ മൈക്രോബ്സ്, അതായത് ബാക്ടീരിയ ഉണ്ടാവും, വൈറസ് ഉണ്ടാവും. ശരീരത്തിനുള്ളിൽ കുറെ വേംസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ തന്നെ ഒത്തിരി ജീവികളുണ്ട്. നിങ്ങളുടെ റൂമിലുണ്ടാവും ചിലപ്പോൾ ജീവികൾ നിങ്ങൾക്ക് പുറമെ. ആരൊക്കെയാ? ഈച്ച, കൊതുക്, ഉറുമ്പ്. ചിലരുടെ ടേബിളിൽ മണി പ്ലാന്റ് ഒക്കെ ഉണ്ടാവും ചെറിയ അല്ലേ. അപ്പോ നിങ്ങളുടെ വീട്ടിലോ അതിലും കൂടുതലുണ്ടാവും. നിങ്ങൾക്കൊരു ഗാർഡൻ ഉണ്ടെങ്കിലോ അവിടെയും കൂടും. പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ആയിട്ട് ഒത്തിരി ഉണ്ട് അല്ലേ. അപ്പോ ഓരോ സ്ഥലങ്ങളിലും ജീവികളുടെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളൊരു ഫോറസ്റ്റിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അവിടെ ഒത്തിരി ആനിമൽസ് ഒത്തിരി ഉണ്ട്. അതുപോലെ തന്നെ പ്ലാന്റ്സും കാണാം അല്ലേ. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ജീവികളുടെ ആ ഒരു എണ്ണത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ലോകത്ത് കാണുന്ന, ഭൂമിയിൽ കാണുന്ന ആകെ ജീവജാലങ്ങളുടെ എണ്ണവും അതിന്റെ ടൈപ്പിനും പറയുന്ന number of animals and types of number of living organisms and their type, അതിന് പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. എന്താ ബയോഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ? ഭൂമിയിൽ കാണുന്ന ആകെ ലിവിങ് ഓർഗാനിസംസ്, അത് ബാക്ടീരിയ ആവാം, ഫംഗസ് ആവാം, അമീബ ആവാം, പ്ലാന്റ്സ് ആവാം, ആനിമൽ ആവാം, ഏതൊരു ലിവിങ് ഓർഗാനിസത്തിന്റെയും അതിന്റെ എണ്ണത്തിനെയും അതിന്റെ ടൈപ്പിനെയും പറയുന്ന പേരാണ് ബയോഡൈവേഴ്സിറ്റി. മലയാളത്തിൽ ജൈവ വൈവിധ്യം എന്ന് പറയും. എന്താ പറയാ? ജൈവ വൈവിധ്യം. ഓക്കെ, അപ്പൊ ഇത്രയും വൈവിധ്യമാർന്ന നമ്മുടെ ജീവികളെ വെറുതെ A to Z എഴുതി വെച്ചാൽ പോരാ. അതിനെ നമ്മൾ, നമ്മുടെ ഉത്തരവാദിത്തമാണ് അതിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം അല്ലേ. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 1983 പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു, ഏതായിരുന്നു? ഓലഞ്ഞാലിക്കുരുവി അല്ലേ. അത്തരം സിനിമ ഉള്ളത് കൊണ്ട് ആ ഇയർ നിങ്ങൾ ഓർക്കും. മറക്കണ്ട, ആ ഇയറിനെ കുറിച്ച് നിങ്ങൾക്കൊന്ന് പഠിക്കാനുണ്ട്. ഓക്കെ, 83. ഇത് അതല്ല, ഇത് 69. ഈ 1969 റോബർട്ട് എച്ച് വിറ്റേക്കറിനെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 5 കിങ്ഡങ്ങളായിട്ട് ജീവികളെ ക്ലാസിഫൈ ചെയ്ത ആളാണ് റോബർട്ട് എച്ച് വിറ്റേക്കർ. RH വിറ്റേക്കർ പഠിച്ചിട്ടുണ്ടാവും. മൊണീറ, പ്രൊട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റ്, ആനിമേലിയ അല്ലേ. അപ്പൊ ഇങ്ങനെ നമ്മൾ ജീവികളെ ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, അങ്ങനെ ക്ലാസിഫിക്കേഷന് വേണ്ടി, ജീവികളുടെ ക്ലാസിഫിക്കേഷന് വേണ്ടി നമ്മുടെ സയൻസിൽ നമ്മുടെ കയ്യിൽ ഒരു ബ്രാഞ്ച് തന്നെയുണ്ട്. ആ ബ്രാഞ്ചിന്റെ പേരാണ് ടാക്സോണമി. എന്താ വിളിക്കുന്നത്? ടാക്സോണമി. എന്താ ടാക്സോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് ഡീൽസ് വിത്ത് ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, നോമൻക്ലേച്ചർ. ജീവികളെ തിരിച്ചറിയാനും അതിനെ, ആ ജീവികളെ കൃത്യമായി ഒരു ഗ്രൂപ്പിലേക്ക് അവരെ ക്ലാസിഫൈ ചെയ്യാനും അതോടൊപ്പം അതിനൊരു പേര് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ടാക്സോണമി ഉള്ളത്. ടാക്സോണമിയെ കുറിച്ച് വിശദമായിട്ട് സാറ് പറയാം. അതിനു മുമ്പ് അതിലെ ചില ഭാഗങ്ങളെ കുറിച്ച് നമുക്ക് പറയാം. ആദ്യത്തേത് ഐഡന്റിഫിക്കേഷൻ. മക്കളെ, നിങ്ങളുടെ കയ്യിൽ ഞാനൊരു സാധനം തന്നാൽ, നിങ്ങളുടെ കയ്യിൽ ഞാനൊരു വൈറ്റ് പൗഡർ തന്നു,
അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ നിന്ന് കുക്കിംഗ് പ്രാക്ടീസ് ചെയ്യാണ്. ഈ കുക്കിംഗ് പ്രാക്ടീസ് സമയത്ത് നിങ്ങൾക്കൊരു സംശയം, നിങ്ങൾ 2 ബോട്ടിൽ എടുത്ത് നോക്കുമ്പോൾ രണ്ടിലും വൈറ്റ് കളറിൽ എന്തോ കാണുന്നു. ഒന്ന് ഉപ്പാണ്, ഒന്ന് പഞ്ചസാരയാണ്. നിങ്ങൾ എങ്ങനെയാ ഇതിനെ ഉപ്പിനെ ഉപ്പായിട്ട് ഐഡന്റിഫൈ ചെയ്യുന്നത്? എങ്ങനെയാ? നമ്മൾ അതിനെ എടുത്ത് അതിന്റെ ക്യാരക്ടേഴ്സ് നോക്കും, അല്ലേ? ഉപ്പും പഞ്ചസാരയും ക്യാരക്ടേഴ്സ് വേറെ വേറെ അല്ലേ കാണുമ്പോൾ? നാവിൽ വെച്ച് നോക്കിയാലും വേറെ വേറെ അല്ലേ? അപ്പോൾ ഒരു ജീവിയുടെ ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് ആ ക്യാരക്ടേഴ്സ് ശ്രദ്ധിക്കുന്നതിന്, ആ ക്യാരക്ടേഴ്സ് മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നതെന്നറിയോ? ക്യാരക്ടറൈസേഷൻ. അപ്പോൾ ഒരു ജീവിയുടെ ക്യാരക്ടറൈസേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ജീവി ഏതാണെന്ന് തിരിച്ചറിയുന്നു. ദാറ്റ് ഈസ് ഐഡന്റിഫിക്കേഷൻ. മനസ്സിലായോ? ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നിന്ന് നിങ്ങൾക്കൊരു ചെടി കിട്ടി, അതുപോലെ ഒരു തുളസിയുടെ ഇല കിട്ടി, അതുപോലെ ഒരു കൂറയുടെ കോക്രോച്ചിന്റെ കാലും കിട്ടി. നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തു, ഇത് കോക്രോച്ചിന്റെ കാല് തന്നെയാണ്, ഇത് തുളസി ഇലയാണ്. നിങ്ങൾ രണ്ടിനെയും ഒരു ഗ്രൂപ്പിലാണോ കാറ്റഗറൈസ് ചെയ്ത് വെക്കുക? അല്ല, മറിച്ച് എങ്ങനെയാ? ഇതൊരു പ്ലാന്റ് പാർട്ടാണ്, അതിനെ പ്ലാന്റിന്റെ ഗ്രൂപ്പിലോട്ട് മാറ്റി. ഇതൊരു ആനിമൽ പാർട്ടാണ്, ആനിമലിലോട്ട് മാറ്റി എന്ന് പറഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യുന്നതോടുകൂടി അവർക്ക് അപ്രോപ്രിയേറ്റ് ആയ കാറ്റഗറീസിലോട്ട് നിങ്ങൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്നു, നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യുന്നു. അതിന് പറയുന്ന പേരാണ് ക്ലാസിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തതാണ് നോമൻക്ലേച്ചർ. വിശദമായിട്ട് പറയാം, ശ്രദ്ധിക്കൂ. നോമൻക്ലേച്ചർ നിങ്ങൾ ചിലപ്പോൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ടാവില്ലേ? IUPAC നോമൻക്ലേച്ചറിനെ കുറിച്ചൊക്കെ. പേര് കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് വിളിക്കുന്നത്. നെയിമിംഗ് ഓഫ് എൻ ഓർഗാനിസം. എന്താ പറഞ്ഞ? നെയിമിംഗ് ഓഫ് എൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന് പേര് കൊടുക്കുന്നതിനെയാണ് നമ്മൾ നോമൻക്ലേച്ചർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. ബയോളജിയിൽ നോമൻക്ലേച്ചറിന് വേണ്ടി ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട്. 2 ബ്രാഞ്ചസിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് ICBN, മറ്റൊന്ന് ICZN. ICBN, ICZN. നോക്കൂ. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. ഇന്റർനാഷണൽ കോഡ് ഫോർ ബൊട്ടാണിക്കൽ നോമൻക്ലേച്ചർ. അപ്പൊ പിന്നെ ഇത് ഞാൻ വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല, അല്ലേ? ഇവിടെ ബി ബോട്ടണിയാ വന്നതെങ്കിൽ സെഡ് എന്തായിരിക്കും? അത് സുവോളജി തന്നെയായിരിക്കും. ഷുവർ, അത് തന്നെ. ഇന്റർനാഷണൽ കോഡ് ഫോർ സുവോളജിക്കൽ നോമൻക്ലേച്ചർ ആണ് ICZN. മനസ്സിലായോ? ഓക്കെ, ഇരിക്കട്ടെ. നിങ്ങളൊരു പുളിയെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ബിലുംബി എന്നാന്ന് തോന്നുന്നു അതിനെ പ്രയോഗിക്കുന്ന പേര്. ബിലുംബി. ഇതിന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്താ ഇതിന്റെ പേരെന്നറിയോ? ഇരുമ്പൻ പുളി എന്നാണ് ഇതിനെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിക്കുന്ന പേര്. ഇരുമ്പൻ പുളി. ഏതാ പുളി ഏതാന്ന് മനസ്സിലായാലും ഒരു ഗ്രീൻ കളറ്. നമ്മൾ കടിക്കുമ്പോൾ ആ പുളി ഇങ്ങനെ പൊട്ടുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം പുറത്തു വരുന്നുണ്ടാവും, അല്ലേ? പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വന്നിട്ടുണ്ടാവും, അല്ലേ? ഉപ്പൊക്കെ കൂട്ടി ഇങ്ങനെ കടിച്ച് പറിച്ച് നിന്ന ഒരു പുളി ഉണ്ടല്ലോ, ഒരു ചെറിയ ഇത്ര വലിപ്പമുള്ളൊരു പച്ച കളറുള്ള. കുരുവൊന്നും ഉണ്ടാവില്ല അതിന്. ഓക്കെ. ഇതിനെ ഈ കോഴിക്കോട് മലപ്പുറം ഭാഗത്തുള്ള ചില ആളുകളുടെ ഇതിന്റെ പ്രയോഗം ഓർക്കാപ്പുളി എന്ന് വിളിക്കൂ. ഇതിനെ ഓർക്കാപ്പുളി. മറ്റു ചില സ്ഥലങ്ങളിൽ ഇതിനെ ബിലിംബി എന്ന് വിളിക്കും.
നോക്കിയേ, ഒരു പുളിയാണ്, ഒരാൾ തന്നെ ഇത്. ഈ ഒറ്റൊരാളെ മലയാളികളായ നമ്മൾ മാത്രം വിളിക്കുന്നു ഈ 4 പേര്. ഇങ്ങനെയാണെങ്കിൽ ലോകത്ത് ഇതിന് എത്ര പേരുണ്ടാവും? മനസ്സിലായോ? ഒത്തിരി പേരുണ്ടാവും. പുളികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഒരു പുളി തന്നെ നമ്മൾ ചിലപ്പോൾ 4 പേരിൽ അറിയപ്പെടുന്നുണ്ട് അല്ലേ? പാടില്ല. ലോകത്ത് മുഴുവനും ഒരു പേര് മതി. നിങ്ങൾ എന്ത് പേര് വേണമെങ്കിലും വിളിച്ചോ, പക്ഷെ ലോകമെമ്പാടും അതിനറിയപ്പെടേണ്ടത് ഒരു പേരിലാണ്, ഒറ്റ പേരിലാണ്. അതിനു വേണ്ടിയിട്ടാ ഇങ്ങനെ ഒരു നോമൻ ക്ലേച്ചറിന് വേണ്ടി ഇങ്ങനെ 2 ബ്രാഞ്ചസ് ഒക്കെ. മനസ്സിലായോ? ഇവര് പല തർക്കങ്ങളും തീർക്കും. ഞാൻ ഇന്നൊരു പ്ലാന്റ് കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ ഇതിനൊരു പേരൊക്കെ കൊടുത്ത് ഞാനിത് ICBN അയച്ചു. ICBN അത് അംഗീകരിച്ചു. ഓക്കെ, വെരി ഗുഡ് എന്ന് പറഞ്ഞു. ഈ പേരിനെ അംഗീകരിച്ചു. ഞാൻ കൊടുത്ത പേരിൽ ലോകമെമ്പാടും ഇതിനെ അറിയിച്ചു. എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് അതേ പ്ലാന്റിന് വേറെ ഒരു പേരിട്ടിട്ട് ICBN അയച്ചു. ICBN അത് അംഗീകരിക്കുവോ? ഇല്ല. ICBN പറയൂ, എന്ത്, ഇത് ഓൾറെഡി ഒരാളെ കണ്ടുപിടിച്ചതാണ്, ഞാനും എൻ്റെ ഫ്രണ്ടും തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അത്തരം തർക്കങ്ങൾ തീർക്കും ആര്? ICBN. ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, അതാ ഇന്റർനാഷണൽ എന്ന് നമ്മൾ പറഞ്ഞത്. പോട്ടെ. സോ നമുക്ക് എല്ലാറ്റിനും ഒരു പേര് വേണം. നോക്കൂ, ഈ പ്ലാന്റിനെ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ പുളിയെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു നോമൻ ക്ലേച്ചർ, അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. അതാണ് അവേറ ബിലിംബി. ഏതാ? അവേറ ബിലിംബി. അവിടെ നമ്മൾ സാധാരണ പേര് പറയുമ്പോൾ ചില കുട്ടികൾക്ക് പേരുണ്ടാവും. അർജുൻ ഗിരീഷ്, അശ്വതി സതീഷ്, ഫാത്തിമ ഹംന, ഇങ്ങനെ 2 പേരുകൾ കാണാം. അതുപോലെ തന്നെ അവേറ ബിലിംബി അല്ലേ? അതുപോലെ തന്നെയാ നമ്മൾ ഇവർക്ക് ഒരു സയന്റിഫിക് നെയിം കൊടുക്കുമ്പോൾ പേര് കൊടുക്കുന്നത് അങ്ങനെ തന്നെയാ. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാനൊന്ന് പറയാം, നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരു പേര് തന്നെയാ അത്. മാൻജിഫറ ഇൻഡിക്ക. എന്താ പേര് കൊടുത്തത്? മാൻജിഫറ ഇൻഡിക്ക. എന്തായിരുന്നു? മാംഗോ ട്രീയുടെ സയന്റിഫിക് നെയിമാണ് മാൻജിഫറ ഇൻഡിക്ക. ഓക്കെ, ഈ മാൻജിഫറ ഇൻഡിക്ക എന്ന് പറയുന്ന ആ സയന്റിഫിക് നെയിം നിങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് 2 സെഗ്മെന്റുകൾ കാണാലോ ആ പേരിൽ. ഒന്ന് മാൻജിഫറ, മറ്റൊന്ന് ഇൻഡിക്ക അല്ലേ? നോമൻ ക്ലേച്ചറിൽ 2 പേരുകൾ കൊടുത്തുകൊണ്ട് നമ്മൾ പേര് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ബൈനോമിയൽ നോമൻ ക്ലേച്ചർ. ബൈനോമിയൽ നോമൻ ക്ലേച്ചർ. ദ്വിനാമ പദ്ധതിയിലെ 2 പേര് കൊടുക്കുന്നുണ്ട് അവിടെ. ഏതൊക്കെയാ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്? ഒന്ന് മാൻജിഫറ, മറ്റൊന്ന് ഇൻഡിക്ക അല്ലേ? ഓക്കെ, ഇനി വെറുതെ ഒരു പേരങ്ങ് കൊടുത്താൽ മതിയോ? പോരാ. ഒരു സയന്റിഫിക് നെയിം നമ്മൾ ഒരു ജീവിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില നിബന്ധനകളുണ്ട്, യൂണിവേഴ്സൽ റൂൾസ് ഉണ്ട്. ആ റൂൾസിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആ യൂണിവേഴ്സൽ റൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത്, the names should be Latin. ഏത് പേര് നമ്മൾ കൊടുത്താലും ആ പേരിനൊരു ലാറ്റിൻ ടച്ച് ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മൾ നമ്മുടെ പേര് പ്രിന്റ് ചെയ്തെടുക്കുന്നത് പോലെ തോന്നിയ ഫോണ്ടിലൊന്നും നമുക്കത് പ്രിന്റ് ചെയ്യാൻ പാടില്ല. ഒരു സ്റ്റാൻഡേർഡ് ഫോണ്ടിൽ അതിനെ ഇറ്റാലിക്സ് ആക്കിയിട്ട് വേണം. ഇറ്റാലിക്സ്, ലാറ്റിൻ ആയിരിക്കണം, ഇറ്റാലിക്സിലായിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം, 2 പേരുകൾ ഉണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തത് ജീനസ് ആവണം, രണ്ടാമത്തത് സ്പീഷീസ് ആവണം. ജീനസ് നെയിം, സ്പീഷീസ് നെയിം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മാൻജിഫറ ഇൻഡിക്ക എന്ന് പറയുന്ന മാംഗോ ട്രീയുടെ ജീനസ് നെയിം ഏതാണെന്ന് ചോദിച്ചാൽ അത് പറയാൻ നിങ്ങൾ 1 മിനിറ്റ് പോലും ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ?
സാർ പറഞ്ഞു ഒരു സയന്റിഫിക് നെയിമിലെ ആദ്യത്തെ പേര് ജീനസ്, രണ്ടാമത്തെ പേര് സ്പീഷീസ് അല്ലേ? എങ്കിൽ മാഞ്ചിഫറ ഇൻഡിക്കയിലെ ആ ജീനസ് നെയിം ഏതാ? മാഞ്ചിഫറ അല്ലേ? സ്പീഷീസ് ഏതാ? ഇൻഡിക്ക. അപ്പോൾ ജീനസ് നെയിം ആയിരിക്കണം ആദ്യത്തെ വാക്ക്, രണ്ടാമത്തെ വാക്ക് സ്പീഷീസ് ആയിരിക്കണം. ഓക്കെ അല്ലേ? നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാം ജനറിക് എപ്പിത്തേറ്റ് അതുപോലെ സ്പെസിഫിക് എപ്പിത്തേറ്റ്. ഒന്നുമില്ല. ജനറിക് എപ്പിത്തേറ്റ് എന്ന് പറഞ്ഞാൽ ജീനസ് നെയിം, സ്പെസിഫിക് എപ്പിത്തേറ്റ് ദാറ്റ് ഈസ് സ്പീഷീസ് നെയിം. മനസ്സിലായോ? ഓക്കെ. മൂന്നാമത്തെ പോയിന്റ്, ആദ്യത്തെ വേർഡായ ജീനസിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. ജീനസിന്റെ ക്യാപിറ്റൽ ലെറ്റർ അല്ല, ജീനസ് നെയിമിന്റെ ക്യാപിറ്റൽ ലെറ്റർ, സോറി, ജീനസ് നെയിമിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. സ്പീഷീസിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ സ്മോൾ ലെറ്റർ ആയിരിക്കണം. നോക്കൂ, മാഞ്ചിഫറ ഇൻഡിക്ക, മാഞ്ചിഫറ ഇൻഡിക്കയിലെ M ക്യാപിറ്റൽ ആണല്ലോ, ഇൻഡിക്കയാണല്ലോ സ്പീഷീസ്, അതിന്റെ I സ്മോൾ അല്ലേ? സാർ എഴുതിയ കറക്റ്റ് അല്ലേ? ഓക്കെ. അടുത്ത കേട്ടോ, if the names are handwritten, the names should be underlined separately. കൈകൊണ്ട് എഴുതുകയാണെങ്കിൽ മക്കളെ നിങ്ങൾ ഇറ്റാലിക്സിലൊന്നും എഴുതി കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. സാധാരണ എഴുതും പോലെ എഴുതുക. എന്നിട്ട് സെപ്പറേറ്റ് ആയിട്ട് ജീനസും സ്പീഷീസും സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് അണ്ടർലൈൻ ചെയ്താൽ മതി. നോക്കിയേ, മാഞ്ചിഫറ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, ഇൻഡിക്ക അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ചില കുട്ടികളുടെ ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര ഭംഗിയായിരിക്കും അത് കാണാൻ. അവർ ഈ അണ്ടർലൈൻ എങ്ങനെ ചെയ്യാന്നറിയോ? ശ്രദ്ധിച്ചോ, നിങ്ങളുടെ പബ്ലിക് എക്സാമിന് പോലും നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടും. അത് മാഞ്ചിഫറ ഇൻഡിക്ക എന്ന് ഇതുപോലെ എഴുതിയിട്ടില്ലേ, കണ്ടോ? ഇങ്ങനെ ഒരു അണ്ടർലൈൻ ചെയ്യും. അത് ഭംഗി കൂട്ടി ചെയ്യുന്ന മക്കളെ, ഇത് തെറ്റാ, റോങ് ആണ്. ഇത് നമ്മുടെ സെപ്പറേഷൻ, പാർട്ടീഷൻ എന്ന് പറയുന്നത് ഇവിടെ വെച്ച് തന്നെ ആയിരിക്കണം. ജീനസിന്റെ എൻഡിൽ ഒന്ന്, അടുത്തത് സ്പീഷീസ് വരെ. മനസ്സിലായോ? മാഞ്ചിഫറ ഇൻഡിക്ക. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ ആ ഒരു മെത്തേഡ്. ഡൗട്ട് ഉണ്ടോ? ഇനി ഇത്രയാണ് നമ്മൾ യൂണിവേഴ്സൽ റൂൾസിൽ പറയാനുള്ളത്. ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ അണ്ടർലൈൻ ചെയ്യണം എന്ന് വരെ. നമുക്ക് ഒത്തിരി എക്സാമ്പിൾസ് ഉണ്ട് അല്ലേ? ഏതൊക്കെയാണ് എക്സാമ്പിൾസ്? ഒന്ന്, മാഞ്ചിഫറ ഇൻഡിക്ക. തേനീച്ചകളില്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അതിന്റെ പേര് എപ്പിസ് ഇൻഡിക്ക, എപ്പിസ് ഇൻഡിക്ക. അതുപോലെ പാന്തിറ ടൈഗ്രിസ്. എന്താ ഇത്? ടൈഗർ. പാന്തിറ ലിയോ, ലയൺ. അപ്പൊ നമുക്ക് പറയാലോ, ടൈഗറിന്റെയും ലയണിന്റെയും ജീനസ് ഒന്ന് തന്നെയല്ലേ? ഏതാ? പാന്തിറ. ജീനസ് നെയിം കണ്ടോ നിങ്ങൾ? പാന്തിറ. ഒരേ ജീനസിൽപ്പെട്ട രണ്ട് ജീവികളാണ് ടൈഗറും ലയണും. ദാറ്റ് ഈസ് ടൈഗ്രിസ്, അതുപോലെ ലിയോ. ക്ലിയർ അല്ലേ? ഓക്കെ. ഈ ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചർ പ്രൊപ്പോസ് ചെയ്തത് ആരാന്നറിയണ്ടേ? കാൾ ലിനേയ്സ്. ആരാ? കാൾ ലിനേയ്സ്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ബോർഡിൽ എഴുതാം, നിങ്ങൾ അതിൻ്റെ ആൻസർ പറയണം. ഓക്കെ? ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ് 2019 നീറ്റ് എക്സാമിന് ചോദിച്ചത്. ഇതിലേതാണ് കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന സയന്റിഫിക് നെയിം ഓഫ് മാംഗോ? ഏതാ?
ഒന്ന് നോക്കൂ നിങ്ങൾ. എല്ലാം സെയിം തന്നെ അല്ലേ? മാഞ്ചിഫെറ ഇൻഡിക്ക. സാർ നേരത്തെ പറഞ്ഞിരിക്കുന്ന എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത് എഴുതിയിരിക്കുന്നത് ഏതാണ്? ഇവിടെ എന്താ മിസ്റ്റേക്ക് ഉണ്ടോ? ഉണ്ട്. സ്പീഷീസ് നെയിം ക്യാപിറ്റൽ ആവാൻ പാടില്ല. ഇതിലോ ഹാൻഡ് റിട്ടൺ ആണെങ്കിൽ അണ്ടർലൈൻ ചെയ്തിരിക്കണം, ചെയ്തിട്ടില്ല. ഇതിലോ കുഴപ്പമൊന്നുമില്ല അല്ലേ? ഇവിടെയോ എല്ലാം ക്യാപിറ്റലിൽ എഴുതിയത്. സോ ആൻസർ ഓപ്ഷൻ സി. ചോദ്യം എത്ര സിമ്പിളാ അല്ലേ? പക്ഷെ ഇത് നമ്മൾ തെറ്റിക്കും. എപ്പോഴാ? ഇതെടുത്ത് എഴുതും. കൈകൊണ്ട് എഴുതിയതാണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ എന്തായിരിക്കണം? അണ്ടർലൈൻ ചെയ്തതായിരിക്കണം, അല്ലെങ്കിൽ ഇത് ഇറ്റാലിക്സിൽ തരണം അല്ലേ? സോ ഇത്തരം നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തി എഴുതുക. ഓക്കെ, സോ ദിസ് ഈസ് അബൌട്ട് നോമൻക്ലേച്ചർ. ഓക്കെ, നമ്മളിങ്ങനെ പേര് കൊടുത്തു ജീവികൾക്ക്, ഓരോ പേരുകളായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട കാര്യം ഇതിനെ നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള കാറ്റഗറികളിലേക്ക് നമ്മൾ ഇതിനെ കാറ്റഗറൈസ് ചെയ്യണം. അതിനെയാണല്ലോ ക്ലാസിഫിക്കേഷൻ എന്ന് വിളിച്ചത്. ഓക്കെ, എവിടെയൊക്കെ നമ്മൾ കൊണ്ട് ക്ലാസിഫൈ ചെയ്യാ? വിശദമായിട്ട് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് അതിനെ കുറിച്ചാണ്. അതായത് എൻ്റെ കയ്യിൽ ഒരു പ്ലാന്റ് ഉണ്ട്. എൻ്റെ കയ്യിൽ അതേസമയം എൻ്റെ കയ്യിലൊരു ആനിമൽ ഉണ്ട്. ഇവർ രണ്ടുപേരെയും എനിക്ക് ഒരു ഗ്രൂപ്പിനകത്ത് ക്ലാസിഫൈ ചെയ്ത് വെക്കാൻ പറ്റുമോ? പ്ലേസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എങ്ങനെയാ പ്ലേസ് ചെയ്യേണ്ടത്? അത് ഒരു പ്ലാന്റ് ആണെങ്കിൽ അതിനെ നമ്മൾ പ്ലാന്റ്സിന്റെ ഗ്രൂപ്പിലോട്ട് വെക്കുന്നു അല്ലേ? ഓക്കെ, ശരി. പ്ലാന്റ്സിന് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആനിമൽ ആണെങ്കിൽ അതിനെ നമ്മൾ ആനിമൽസിന്റെ ഗ്രൂപ്പിൽ വെച്ചു. എല്ലാ ആനിമൽസിനെയും നമ്മൾ ഒരേ ഗ്രൂപ്പിലാണോ വെക്കുന്നത്? അല്ല, ചില ആനിമൽസ് നമ്മൾ വേറൊരു ഗ്രൂപ്പിലാണ് വെക്കുക. ചില പ്ലാന്റ്സിനെ നമ്മൾ മറ്റു ഗ്രൂപ്പുകളിൽ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എന്നെയും ഒരു ആനിമലായ എന്നെയും ഒരാൾക്ക് കിട്ടി, അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഉറുമ്പിനെയും കിട്ടി. എന്നെയും ഉറുമ്പിനെയും ആനിമൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ വെച്ചു. ഓക്കെ, നോ പ്രോബ്ലം, കുഴപ്പമില്ല, ഞങ്ങൾ രണ്ടുപേരും ആനിമൽസ് ആണ്. അതേസമയം ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണോ കാണാൻ? അല്ല, വ്യത്യാസമുണ്ട്. എനിക്ക് നട്ടെല്ലുണ്ട്, ആ ഉറുമ്പിന് നട്ടെല്ലില്ല. ക്ഷമിക്കണം, നട്ടെല്ല് ഞാൻ ഇവിടെ അല്ല ഉദ്ദേശിച്ചത്, എൻ്റെ പുറകിൽ നട്ടെല്ലുണ്ട്. ആ ഉറുമ്പിന് നട്ടെല്ലുണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ നട്ടെല്ലുള്ളത്, അത് നട്ടെല്ലില്ലാത്തത് അല്ലേ? നട്ടെല്ലുള്ള ജീവികളെല്ലാം ഒന്നാണോ കാണാൻ? അല്ല, അത് വ്യത്യാസമുണ്ട്. അങ്ങനെ കണ്ട് ഓരോ ജീവികളെയും നമ്മൾ അവരുടേതായ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ വെക്കും അല്ലേ? നോക്കാം, ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. എന്നെയാണ് ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. ഞാനൊരു ആനിമലാണ്. ആനിമലിൽ തന്നെ വെർട്ടിബ്രൽ കോളം ഉള്ള ഒരു ആനിമലാണ്. വെർട്ടിബ്രൽ കോളം ഉള്ളതിൽ തന്നെ ആനിമലാണ്, അതിൽ വെർട്ടിബ്രൽ കോളം ഉള്ള ആളാണ് ഞാൻ, അതായത് നട്ടലുള്ള ആളാണ് ഞാൻ. അതിനു പുറമെ ഞാൻ രണ്ട് എക്സാമ്പിൾസ് പറയട്ടെ വെർട്ടിബ്രൽ കോളം ഉള്ള ആൾക്കാർക്ക്. ഒന്ന് തവള, ഒരു മനുഷ്യനും ഒരു തവളയും. ഇത് രണ്ടും എടുത്തു നോക്കിയാൽ നിങ്ങൾ രണ്ടാളും ഒരുപോലെയാണോ? അല്ലല്ല, വ്യത്യാസമുണ്ട്. എന്താ? രണ്ടുപേർക്കും വെർട്ടിബ്രൽ കോളം ഉണ്ടെങ്കിലും രണ്ടുപേർക്കും മാമറി ഗ്ലാൻഡ് ഉണ്ടോ? മാമറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്തെന്നാ? പാലുണ്ടാക്കുന്ന ഗ്ലാൻഡ്. ബ്രസ്റ്റ് ഉണ്ടോ? ഇല്ല. എല്ലാ വെർട്ടിബ്രൽ കോളം ഉള്ളവർക്കും അല്ലെ, വെർട്ടിബ്രൽ കോളം എല്ലാ ജീവികൾക്കും എന്തില്ല? മാമറി ഗ്ലാൻഡ് ഇല്ല. അത് മനുഷ്യന്മാർക്കേ ഉള്ളൂ. മനുഷ്യന്മാരിൽ തന്നെ സ്ത്രീകളിലാണ് അത് പ്രവർത്തിക്കുന്നത്, പുരുഷന്മാരിൽ അത് പ്രവർത്തനരഹിതമാണ് അല്ലേ? ഓക്കെ, അപ്പോ ഞാനൊരു മാമറി ഗ്ലാൻഡ് ഉള്ള, അല്ലെങ്കിൽ മനുഷ്യന്മാരെന്ന് പറയുന്നത് മാൻ ആണ് നമുക്ക് കിട്ടിയത്. മാൻ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ് ഉദ്ദേശിച്ചത്. ഹ്യൂമൺ ആയിക്കോട്ടെ, ഹ്യൂമൺ മാമറി ഗ്ലാൻഡ് ഉള്ള ജീവിയാണ്. ഇനി നോക്കൂ, മാമറി ഗ്ലാൻഡുള്ള എല്ലാ ജീവികളെയും നമുക്ക് എടുക്കാം. ഉദാഹരണത്തിന് ഒരു പൂച്ച കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. പശു, ആട്, നമ്മൾ, ഈ പറഞ്ഞിരിക്കുന്ന എല്ലാവരും ഒരുപോലെയാണോ? അവരിലും വ്യത്യസ്തതയുണ്ട്
ഒരു മനുഷ്യനും ഒരു പശുവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് ഞാൻ. മെമ്മറി ഗ്ലാൻഡ് രണ്ടുപേർക്കുണ്ട്, ശരി. പക്ഷേ ഇതിൽ ചിലർക്ക് മാത്രമേ ഓപ്പോസിറ്റ് തമ്പുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ തള്ള വിരൽ കൊണ്ട് ഈ വിരലുകളെ നേരിട്ട് ഇങ്ങനെ തൊടാൻ പറ്റുന്നവരുള്ളൂ. ആരാത്? അതൊരു കൂട്ടം ജീവികളാണ്. ആ ജീവികൾക്കാണ് അറിയോ, നിങ്ങൾക്കറിയോ, അവർക്കാണ് മന്ത്ലി റീപ്രൊഡക്റ്റീവ് സൈക്കിളായ മെൻസ്ട്രൽ സൈക്കിൾ ഉള്ളത്. അല്ലാതെ നിങ്ങളുടെ വീട്ടിലെ പൂച്ചയും ആടും ഇതിനൊന്നും പീരിയഡ്സ് ആവില്ല. ആർക്കാവുന്നത്? അത് മനുഷ്യരിലെ സ്ത്രീകൾക്കാണ്, അല്ലേ? അപ്പോ അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രൈമേറ്റ്സ്. പ്രൈമേറ്റ്. ഓക്കെ, ആരൊക്കെയാ ഈ ക്യാരക്ടറുള്ള ആൾക്കാർ? നിങ്ങൾക്ക് അത്ഭുതം തോന്നും ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം കേട്ടാൽ. ഓപ്പോസിറ്റ് തമ്പ്, അതുപോലെ മെൻസ്ട്രൽ സൈക്കിൾ, അതുപോലെ തന്നെ നിപ്പിൾസിന്റെ എണ്ണം, അതുകൂടെ ഒരു പോയിന്റാ. പശുവിനും പട്ടിക്കും പൂച്ചയ്ക്കും മനുഷ്യനും നിങ്ങൾ നിപ്പിൾസ് എത്ര ഉണ്ടെന്ന് എണ്ണി നോക്കിയേ. നമുക്ക് എത്രയുള്ളത്? നിപ്പിൾസ് 2 എണ്ണല്ലേ ഉള്ളൂ, അല്ലേ? എന്നാ പട്ടിക്കും പൂച്ചയ്ക്കൊക്കെ 2 എണ്ണാണോ? അല്ല, 4, 6 ഒക്കെ കാണും ചിലർക്ക്, അല്ലേ? അപ്പോൾ 2 നിപ്പിൾസ് ഉള്ള ഓപ്പോസിറ്റ് തമ്പുള്ള മന്ത്ലി മെൻസ്ട്രൽ സൈക്കിൾ, മന്ത്ലി റീപ്രൊഡക്റ്റീവ് സൈക്കിൾ ഉള്ളതായിരിക്കാം മനുഷ്യന് തന്നെ. മനുഷ്യൻ മാത്രമല്ല, വേറെയും കുറച്ച് ആളുകളുണ്ട് ഇതൊക്കെ ഉള്ള. ആരാന്നറിയോ? ചിമ്പാൻസി, ഗൊറില്ല, ഒറാങ്ങുട്ടൻ, ഗിബൺ, ഇവർക്കൊക്കെ എന്തുണ്ട്? മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ട്. സാറേ, കുരങ്ങിനോ മെൻസ്ട്രൽ സൈക്കിളോ? അവർക്കൊക്കെ ഇതുണ്ട്. അപ്പൊ അവരൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പ്. അപ്പൊ അതിൽ നിന്നും നമ്മൾ വ്യത്യസ്തരാ, അല്ലെ? ഇങ്ങനെ ഒരു മനുഷ്യനെ മാത്രം ഇങ്ങനെ പല ഗ്രൂപ്പുകളാക്കി മാറ്റി. ഇക്കണക്കിന് ഒരു പൂച്ചയെ കിട്ടിയാൽ നമുക്ക് ഇങ്ങനെ മാറ്റിക്കൂടെ? അല്ലെ? ഒരു ഉറുമ്പിനെ കിട്ടിയാൽ ഇങ്ങനെ മാറ്റിക്കൂടെ? ഒരു മനുഷ്യനെയാണ് ഈ ആനിമലിൽ വെച്ചു വെർട്ടിബിൾ കോളർ ഇങ്ങനെ ഓരോ ലെവലുകളായിട്ടാണ് ആ മനുഷ്യനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അല്ലേ? ഓക്കെ, ആ അറേഞ്ച്മെന്റിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ലെവലുകളെയും വിളിക്കുന്ന പേരാണ് ടാക്സോൺ. ടാക്സോൺ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ കാറ്റഗറികളെയും വിളിക്കുന്ന പേരാണ് ടാക്സോൺ. മനസ്സിലായോ? ഓക്കെ, ഏതൊക്കെയാണ് ആ കാറ്റഗറീസ്? നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഓക്കെ, നമ്മൾ ക്ലാസിഫൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ക്ലാസിഫൈ ചെയ്യേണ്ടത് അവയെ ഒരു ഗ്രൂപ്പിലേക്കാണ്. ആ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് കിങ്ഡം. എന്താ വിളിക്കുന്നത്? കിങ്ഡം. ജീവജാലങ്ങളിൽ എത്ര കിങ്ഡങ്ങൾ ഉണ്ടെന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞു 5 കിങ്ഡങ്ങളാണുള്ളത്. ജീവികളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ചു. ഓക്കെ, 5 കിങ്ഡങ്ങളാണ്. ഓരോ കിങ്ഡത്തിന് കീഴിലും കുറേ ഫൈലങ്ങളുണ്ട്. ഫൈലം എന്താ? ഫൈലം. സോ കിങ്ഡം, ഫൈലം. ഞാനൊരു ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയട്ടെ. നമ്മൾ ലോകത്തെ കുറിച്ച് പഠിക്കുക. ലോകത്തെ നമ്മൾ, അല്ലെങ്കിൽ ഭൂമിയെ നമ്മൾ 7 ആയിട്ട് തരംതിരിച്ചു. 7 എന്തായിട്ടാ തരംതിരിക്കുക? നമ്മൾ ഭൂമിയെ 7 വൻകരകളായി തരംതിരിച്ചു. ഓരോ വൻകരക്ക് കീഴിലും കുറേ രാജ്യങ്ങളുണ്ട്. ഓരോ രാജ്യത്തിന് കീഴിലും കുറേ സംസ്ഥാനങ്ങളുണ്ട്. ഓരോ സ്റ്റേറ്റിന് കീഴിലും കുറേ ജില്ലകളുണ്ട്. ഓരോ ജില്ലകൾക്ക് കീഴിലും കുറേ താലൂക്കുകളുണ്ട്, അല്ലേ? അങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ് ഈ ആനിമൽസിനെ, അല്ലെ, ജീവികളെ. എന്തൊക്കെയാ? ആദ്യം നമ്മൾ എന്തായിട്ടാ ക്ലാസിഫൈ ചെയ്തത്? കിങ്ഡങ്ങളായിട്ട്. രണ്ടാമതോ, ആ കിങ്ഡത്തിനുള്ളിൽ കുറേ ഫൈലങ്ങൾ. അപ്പോ കുറെ ഫൈലങ്ങൾ കൂടി ചേർന്നതാണ് ഒരു കിങ്ഡം. കുറെ ഫൈലങ്ങൾ കൂടി ചേർന്നതാണ് ഒരു കിങ്ഡം.
എന്നാൽ കുറെ ക്ലാസസ് കൂടി ചേർന്നിട്ടുള്ളതാണ് ഒരു ഫൈലം. ഓക്കെ, ക്ലാസ്സിന് കീഴിൽ കുറെ ഓർഡറുകൾ കൂടി ചേർന്നതാണ് ഒരു ക്ലാസ്. ഒരു ക്ലാസ്സിന് കീഴിൽ തന്നെ കുറെ ഓർഡർ ഉണ്ട്. ഒരു ഓർഡറിന് കീഴിൽ തന്നെ കുറെ ഫാമിലികളുണ്ട്. ഫാമിലി, കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി. ഒരു ഫാമിലിക്ക് കീഴിൽ കുറെ ജീനസ്, കുറെ ജീനസ്. അപ്പോൾ കുറെ ജീനസുകൾ കൂടി ചേർന്നിട്ടുള്ളതാണ് ഒരു ഫാമിലി. ഒരു ജീനസിന് കീഴിൽ കുറെ സ്പീഷീസ്. സോ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷീസ്. ഇതാണ് ടാക്സോണമിയിലെ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷനിലെ ഓരോ കാറ്റഗറീസ്. ഓക്കെ, നമ്മള് കോഴിക്കോട് എന്ന് പറയുന്ന ഒരു ജില്ലയെ ലോകത്ത് എവിടെയാ വെക്കുക? ഏഷ്യ എന്ന് പറയുന്ന കോണ്ടിനെന്റ്, വൻകരയിലല്ലേ. അതിലെവിടെ വെക്കുക? അതിലെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത്. അതിലെവിടെ വെക്കുക? കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത്. ഇതുപോലെ ഞാൻ ഒരു ആനിമലാണ്, സോ എന്നെ ആനിമൽ കിങ്ഡത്തിൽ വെച്ചു. അതിൽ നട്ടെല്ലുള്ള ഫൈലത്തിൽ വെച്ചു. അതിൽ മെമ്മറി ഗ്ലാൻഡ് ഉള്ള ക്ലാസ്സിൽ വെച്ചു. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പെയർഡ്, നിപ്പിളും മറ്റുള്ള ഓർഡറിൽ വെച്ചു. അങ്ങനെ ഓരോന്നായിട്ട് തന്നെ ക്ലാസിഫൈ ചെയ്യും. അപ്പോൾ ടാക്സോണമി എന്തായിരുന്നു? ടാക്സോണമി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തെ ഓരോ വ്യത്യസ്ത ടാക്സകളിലായി അറേഞ്ച് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ ടാക്സോണമി എന്ന് പറയുന്നത്. അത്തരം കാറ്റഗറികളെയാണ് നമ്മൾ ടാക്സോണമിക് കാറ്റഗറീസ് എന്ന് വിളിക്കുന്നത്. എന്താ വിളിച്ചേ? ടാക്സോണമിക് കാറ്റഗറീസ്. ഈ കൂട്ടത്തിൽ വലുതേതാണ്? ഏറ്റവും കൂടുതൽ ജീവികൾ ഉൾക്കൊള്ളുന്നത് ഏതിലാണ്? നോക്കൂ, നമ്മുടെ കാര്യം പറയാം. നമ്മൾ ഹോമോസാപ്പിയൻസ് അല്ലേ? നമ്മൾ ഹോമോസാപ്പിയൻസ് അല്ലേ? അപ്പോൾ ഹോമോസാപ്പിയൻസിലെ സാപ്പിയൻസ് എന്ന് പറയുന്ന ആ സ്പീഷീസിലാണോ കൂടുതൽ ജീവികൾ ഉള്ളത്? ആനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിലാണോ കൂടുതലുള്ളത്? ഏതിലാ? അത് ആനിമേലിയ എന്ന് പറയുന്ന കിങ്ഡത്തിൽ തന്നെയല്ലേ. മനുഷ്യന്മാരാണോ കൂടുതൽ, ആനിമൽസ് ആണോ കൂടുതൽ? അതാ ഞാൻ ചോദിച്ചത്. മനുഷ്യന്മാർ ഉൾപ്പെടുന്ന ആനിമൽസ് ആണ് കൂടുതൽ അല്ലേ? കോഴിക്കോട് ജില്ലയാണോ വലുത്? അല്ല, ഏഷ്യ വൻകരയാണോ വലുത്? കോഴിക്കോട് ഉൾക്കൊള്ളുന്ന ഏഷ്യ വൻകരയാണ് വലുത്. അതുപോലെ കിങ്ഡമാണ് എപ്പോഴും വലുത്. കിങ്ഡത്തിൽ നിന്ന് താഴേക്ക് പോകും തോറും ജീവികളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും. മൂവിങ് ഡൗൺവേർഡ്. ശ്രദ്ധിക്കണേ, വലുതിൽ നിന്ന് ചെറുതിലേക്കാണ് ഈ പോകുന്നത്. ദിസ് ഈസ് എ ഡിസെൻഡിങ് അറേഞ്ച്മെന്റ്. എന്നാൽ ഇതിന്റെ അസെൻഡിങ് അറേഞ്ച്മെന്റ് ആണ് നിരന്തരമായി എൻട്രൻസ് ഉൾപ്പെടെ പല എക്സാംസിനും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണെന്ന് നോക്കൂ. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. മനസ്സിലായോ? ഇതാണ് ഒരു ടാക്സോണമിക് കാറ്റഗറീസ്. ഓക്കെ. എന്നാൽ ടാക്സോണമിക് ഹൈറാർക്കി എന്നൊരു പ്രയോഗമുണ്ട്. എന്താ ടാക്സോണമിക് ഹൈറാർക്കി? ഒന്നുമില്ല കേട്ടോ. ടാക്സോണമിക് കാറ്റഗറീസിന്റെ ഡിസെൻഡിങ് ഓർ അസെൻഡിങ് അറേഞ്ച്മെന്റിന് പറയുന്ന പേരാണ് ടാക്സോണമിക് ഹൈറാർക്കി. എന്താ പറഞ്ഞേ? ascending or descending arrangement of taxonomic categories are known as taxonomic hierarchy. മനസ്സിലായോ? ടാക്സോണമിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ച, അതായത് ക്ലാസിഫിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച ഓരോ ലെവലുകളെയും വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് കാറ്റഗറീസ്. ഓക്കെ അല്ലേ? ആ കാറ്റഗറീസിന്റെ തന്നെ ഡിസെൻഡിങ് ഓർ അസെൻഡിങ് അറേഞ്ച്മെന്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടാക്സോണമിക് ഹൈറാർക്കി. മനസ്സിലായോ? ഓക്കെ.
ഇനി നമുക്ക് ഈ ടാക്സോണമിക് കാറ്റഗറീസിനെ കുറിച്ച് വിശദമായിട്ട് പറയാം. സാധാരണ നിങ്ങളുടെ 11th എക്സാമിന് ചോദിക്കുന്ന ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ ഇത്. ഡിഫറൻസ് ബിറ്റ്വീൻ ടാക്സോണമിക് കാറ്റഗറീസ് ആൻഡ് ടാക്സോണമിക് ഹൈറാർക്കി. സത്യത്തിൽ ഇവർ തമ്മിൽ ഒരു ബന്ധവും ഇല്ല അല്ലെ? എന്താ ടാക്സോണമിക് കാറ്റഗറീസ്? നമുക്ക് ഇങ്ങനെ തന്നെ പറയാം. Taxonomic categories are the different levels used for classification. ക്ലാസിഫിക്കേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ ലെവലുകളെയും വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് കാറ്റഗറീസ്. മനസ്സിലായോ? എന്നാൽ അതിൻ്റെ ഡിസെൻഡിങ് ഓർ അസെൻഡിങ് അറേഞ്ച്മെന്റ്, the descending or ascending arrangement of taxonomic categories, ആ കാറ്റഗറീസിന്റെ ഡിസെൻഡിങ് അല്ലെങ്കിൽ അസെൻഡിങ് അറേഞ്ച്മെന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാക്സോണമിക് ഹൈറാർക്കി. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഈ ടാക്സോണമിക് കാറ്റഗറീസിനെ കുറിച്ചൊന്ന് വിശദമായിട്ട് പറയാം. ആദ്യം നേരത്തെ നമ്മൾ പറഞ്ഞ ഏറ്റവും ചെറിയ യൂണിറ്റ് ആയിട്ടുള്ള സ്പീഷീസിനെ കുറിച്ച് പറയാം. സ്പീഷീസ് എന്താണ്? ഒരു സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളൊക്കെ ഒരേ സ്പീഷീസ് അല്ലേ? അല്ലേ? അതേസമയം നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ നിങ്ങളെ വന്ന് കുത്തിയ കൊതുകുകൾ ഒരേ സ്പീഷീസ് ആണോ? അല്ല. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈഡിസ് ഈജിപ്തി അല്ലേ? ഈഡിസ് ഒരു ജീനസ് ആണ്, ഈജിപ്തി ഒരു സ്പീഷീസ് ആണ്. അതുപോലെ മറ്റൊരു ജീനസ് ആണ് ക്യൂലെക്സ്, അനോഫിലസ്. ഇവരൊക്കെ ജീനസ് തന്നെ വേറെ വേറെ അല്ലേ? രണ്ട് ജീവികളെ നമ്മൾ അല്ലെങ്കിൽ ഒരു ജീവിയെ, ഒരു കൂട്ടം ജീവികളെ നമ്മൾ ഒരു സ്പീഷീസ് ആണെന്ന് പറയണമെങ്കിൽ അതിൻ്റെ ആ ഒരു ക്രൈറ്റീരിയ എന്താണ്? ഞാനൊന്ന് ഡിഫൈൻ ചെയ്യാം. എ ഗ്രൂപ്പ് ഓഫ് ഇന്റർബ്രീഡിംഗ് ഓർഗാനിസംസ്. എന്താ? എ ഗ്രൂപ്പ് ഓഫ് ഇന്റർബ്രീഡിംഗ് ഓർഗാനിസംസ് ഹാവിംഗ് സെയിം ക്യാരക്ടേഴ്സ് and they are reproductively isolated from other species. അവർ ഒരുപോലെയാണ്, മാത്രമല്ല അവര് റീപ്രൊഡക്റ്റീവ്ലി മറ്റൊരു സ്പീഷീസിൽ നിന്ന് വ്യത്യസ്തനാണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്പീഷീസ് മറ്റൊരു സ്പീഷീസുമായി മേറ്റ് ചെയ്താൽ കുട്ടികൾ ഉണ്ടാവാൻ പാടില്ല. മനസ്സിലായോ? എങ്കിൽ മാത്രമേ അതിനെ സ്പീഷീസ് എന്ന് വിളിക്കാൻ പറ്റൂ. ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും, സാറല്ലേ നേരത്തെ പറഞ്ഞത് കഴുതയും കുതിരയും കൂടെ മേറ്റ് ചെയ്തിട്ടാണ് മ്യൂൾ ഉണ്ടായതെന്ന്? ശരിയാ. അതിന് നമ്മൾ ഇന്റർ സ്പെസിഫിക് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയും. വിശദമായിട്ട് നിങ്ങൾ മറ്റൊരു ചാപ്റ്ററിൽ പഠിക്കും. അത് ഈ ഒരു സ്പീഷീസ് കൺസെപ്റ്റിന്റെ എക്സെപ്ഷൻസ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. നമുക്കിനി ഇത് തന്നെ വിശദമായിട്ട് പറയാം. ഒരു കൂട്ടം ഒരുപോലെയുള്ള ജീവികൾ, അവർക്ക് സെയിം ക്യാരക്ടേഴ്സ്, അവർ റീപ്രൊഡക്റ്റീവ്ലി ഐസൊലേറ്റഡ് അല്ലേ? ഓക്കെ, അതാണ് ഒരു സ്പീഷീസ്. നമുക്കൊരു സ്പീഷീസ് നോക്കാം. സാപ്പിയൻസ്. മറ്റൊരു സ്പീഷീസ് ആണ് ഇൻഡിക്ക. വേണ്ട, നമുക്ക് ഡൊമസ്റ്റിക് എടുക്കാം. എന്താ ഡൊമസ്റ്റിക്ക എന്നറിയോ? ഈച്ചയുടെ സ്പീഷീസ് നെയിമാണ് ഈച്ചയുടെ ഡൊമസ്റ്റിക്ക. ഇനി കേട്ടോ, നമ്മുടെ സ്പീഷീസ് അതുപോലെ നിങ്ങൾ കേട്ടിട്ടില്ലേ നിയാണ്ടർതാൽ മാൻ? 10ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ ഹോമോ നിയാണ്ടർതാലൻസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്,
നോക്കിക്കേ, ഈ പറഞ്ഞിരിക്കുന്ന 3 ആളുകളും നോക്കണേ, ഞാൻ ഇവിടെ എഴുതാം. സാപ്പിയൻസ്, ഇറക്ടസ്, അതുപോലെ നിയാണ്ടർത്താൽ. ഇത് 3ഉം ഉൾക്കൊള്ളുന്നത് എന്തിലാ? ഹോമോ എന്ന് പറയുന്ന ജീനസിലാണ്. അല്ലേ? അപ്പോ ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ പാന്തീറ ടൈഗ്രിസ്? ആ പാന്തീറ ടൈഗ്രിസിനെ നമുക്ക് അതിലെ ടൈഗ്രിസിനെയും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ? ഹോമോയിൽ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. കാര്യം എന്താ? അവർ ഹോമോയിൽ പെട്ടതല്ല, അവർ പാന്തീറയിൽ പെട്ടതാ. അതാ ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്നത്. എന്ത്? ഒരുപോലെയുള്ള സ്പീഷീസുകളുടെ കൂട്ടമാണ് ജീനസ്. എക്സാമ്പിൾ ഹോമോ. ഒരുപോലെയുള്ള ജീനസ് സ്പീഷീസുകളുടെ കൂട്ടമാണ് ഒരു ജീനസ്. സോ ഇതൊരു സ്പീഷീസ് ആണ്, ഇതൊരു ജീനസ് ആണ്. ഇവിടെ നമ്മള് ഈച്ചയുടെ ജീനസ് ഏതാ നോക്കാം. മസ്ക. ആരാ? അപ്പൊ പിന്നെ ഈ പേര് കേട്ട നിങ്ങൾക്ക് അറിയാലോ, ഈച്ചയുടെ സയന്റിഫിക് നെയിം എന്താ? ആദ്യം ജീനസ് പിന്നെ സ്പീഷീസ്. അപ്പൊ ഏതായിരിക്കും? മസ്ക ഡൊമസ്റ്റിക്ക. എന്താ പേര്? മസ്ക ഡൊമസ്റ്റിക്ക. ഓക്കെ. ഇനി ഒരുപോലെയുള്ള ജീനസുകളുടെ ഒരു ഗ്രൂപ്പാണ് ഫാമിലി. നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലേ? ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ജീനസ്, ദാറ്റ് ഈസ് ഫാമിലി. നമ്മുടെ ഫാമിലിയാണ് ഹോമിനിഡേ. ഇവരുടെ ഫാമിലിയാണ് മസ്കിഡേ. ഓക്കെ. ഇനി ഒരുപോലെയുള്ള കുറെ ഫാമിലികൾ കൂടി ചേർന്നിട്ടാണ് ഒരു ഓർഡർ ഉണ്ടാകുന്നത്. നമ്മുടെ ഓർഡറാണ് ഓർഡർ പ്രൈമേറ്റ. അതേസമയം ഈച്ചയുടെ ഹൗസ് ഫ്ലൈ, ഹ്യൂമൻ. ഈച്ചയുടെ ഓർഡറാണ് ഡിപ്റ്റീറ. ഇനി ഒരുപോലെയുള്ള ചില ഓർഡറുകൾ കൂടി ചേരുമ്പോഴാണ് ക്ലാസ് രൂപപ്പെടുന്നത്. എന്താ ക്ലാസ്? നമ്മുടെ ക്ലാസ് ആണ് ക്ലാസ് മമേലിയ. അതേസമയം ഹൗസ് ഫ്ലൈസിന്റെ ക്ലാസ് ആണ് ക്ലാസ് ഇൻസെക്റ്റ. ഒരുപോലെയുള്ള ക്ലാസുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു ഫൈലം രൂപപ്പെടുന്നത്. നമ്മുടെ ഫൈലമാണ് ഫൈലം കോർഡാറ്റ. ഏതാ? കോർഡാറ്റ. അതേസമയം ഹൗസ് ഫ്ലൈസിന്റെ ഫൈലമാണ് ഫൈലം ആർത്രോപോഡ. അതുപോലെ തന്നെ ഒരുപോലെയുള്ള ഫൈലങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കിങ്ഡം രൂപപ്പെടുന്നത് അല്ലേ? ഓക്കെ, നമ്മുടെ കിങ്ഡമാണ് ആനിമേലിയ. അതുപോലെ തന്നെ ഈച്ചയുടേതും ഏത് തന്നെയാ? ഈച്ചയും നമ്മുടെ ഗ്രൂപ്പിൽപ്പെട്ടതാ. ഏതാത്? ആനിമാലിയ. മനസ്സിലായോ പറഞ്ഞേ? ഓക്കെ.
അപ്പോൾ ജീവികളെ ഇങ്ങനെ ഓരോ ടാക്സോണമിയിലെ ഓരോ കാറ്റഗറികളിലും ഇങ്ങനെ അറേഞ്ച് ചെയ്തു വെക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ്, അതാണ് ടാക്സോണമി. അങ്ങനെ ഓരോ ലെവലുകളിൽ അഥവാ ഓരോ കാറ്റഗറികളിലായി ഇങ്ങനെ അറേഞ്ച് ചെയ്തു വെക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിച്ചത്? ടാക്സോണമി. ഈ കാറ്റഗറികളെയാണ് നമ്മൾ ടാക്സോണമിക് കാറ്റഗറീസ് എന്നും ഇതിന്റെ ഓർഡറിനെയാണ് നമ്മൾ ടാക്സോണമിക് ഹൈറാർക്കി എന്നും വിളിച്ചത്. മനസ്സിലായോ? നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 11 ചില എക്സാമ്പിൾസ് കാണാം. മാംഗോ, ഹണി ബീ, ഹ്യൂമൻ ബീങ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ.